ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും പ്രത്യേകം തയ്യാറാക്കിയ ഒരു സെഷനാണ്. അപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരാണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ട്രെയിനിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഇത് ലാസ്റ്റ് വരെ കാണുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിലുണ്ടാവും. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ പഠിച്ചവരാണെങ്കിലും ജോലി കിട്ടിയവരാണെങ്കിലും ഒക്കെ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. ഹൗ മെനി ഹിയർ ബിലീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്യാരണ്ടീസ് ജോബ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ജോബ് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ നമുക്ക് പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയേഴ്സ്, റിയാലിറ്റി vs ഓപ്പർച്യൂണിറ്റി. റിയാലിറ്റിയും ഓപ്പർച്യൂണിറ്റിയും തമ്മിലുള്ള ഇതാണ് ഞാനിപ്പോൾ വ്യത്യാസം. എന്താണ് റിയാലിറ്റിയും ഓപ്പർച്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? വലിയൊരു ചോദ്യം. തൗസൻഡ്സ് ആർ സ്റ്റഡിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടും. ഈ ജോലി കിട്ടിയാൽ തന്നെ അതിൽ പിടിച്ചു നിൽക്കുന്നവരും വളരെ കുറവാണ്. പഠിച്ചു കഴിഞ്ഞ് വേറെ ജോലിക്ക് പോവാറാണ് പതിവ്. അല്ലെങ്കിൽ ആ ജോലിയൊന്നും ആ ഒരു ഏരിയയിൽ ജോലി ചെയ്യാതിരിക്കാനാണ് പതിവ്. നമ്മൾ പഠിച്ചിറങ്ങുന്നവരുടെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. എല്ലാ മുക്കിലും മൂലയിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളാണ്. മാർക്കറ്റിലെ റിയാലിറ്റി എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് കോഴ്സസ് ആർ എവരിവെയർ. വളരെ സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സസുകളാണ്. എവരിവെയർ, എല്ലാ സ്ഥലങ്ങളിലും കോഴ്സസുകൾ. സർട്ടിഫിക്കറ്റ്സ് ആർ ഇൻക്രീസിങ്. ഒരുപാട് സർട്ടിഫിക്കറ്റ്സും. കോമ്പറ്റീഷൻ ഈസ് ഹൈ, വെരി ഹൈ. കോമ്പറ്റീഷൻ പറയുന്നത് ഭയങ്കരമാണ്. കാരണം മുക്കിലും മൂലയിലും ഇത് പഠിച്ചിറങ്ങിയത് മാത്രമേ ജോലി എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ജോലി എല്ലാവർക്കും കിട്ടുന്നില്ല. പഠിച്ചവർക്കാണെങ്കിൽ അവരിപ്പം ഈ ഒരു സെഷൻ കേൾക്കുകയാണെങ്കിൽ, ഇത് കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വൽ പോയിന്റ്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ദ ഹിഡൻ ട്രൂത്ത്. കമ്പനീസ് ഡോണ്ട് ഹയർ ലേണേഴ്സ്. അതായത് ഒരു പഠിക്കുന്ന ആളെ കമ്പനീസ് ഒരിക്കലും ഹയർ ചെയ്യില്ല. കമ്പനീസ് ഹയർ ചെയ്യുന്നത് പെർഫോമേഴ്സിനെയാണ്. ഏതൊരു ജോലിയാണെങ്കിൽ പെർഫോം ചെയ്യുന്നവരെയാണ് കമ്പനീസ് ഹയർ ചെയ്യുന്നത്. കമ്പനീസ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കമ്പനീസിലെ വലിയ വലിയ കമ്പനീസ് മാത്രമല്ല, ചെറുകിട സ്ഥാപനങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ ഇതിന്റെ പിറകിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ പെർഫോമേഴ്സിനെയാണ് വേണ്ടത്. ഇപ്പം ഒരു കടക്കാരനാണെങ്കിൽ പോലും, ഒരു ചെറിയൊരു കടക്കാരനാണെങ്കിൽ പോലും, ഒരു ചെറിയൊരു ഷോപ്പാണെങ്കിൽ പോലും, ഒരു സ്റ്റുഡിയോ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമാവട്ടെ, അവിടേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന സ്റ്റാഫാണെങ്കിൽ വളരെ നല്ലതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്നൊരു സ്റ്റാഫിനെയാണ് നമ്മൾ, അപ്പോൾ നോർമൽ സ്റ്റാഫ് ആണെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് വെക്കുന്നതെങ്കിൽ അത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവർക്ക് വേറെ എന്ത് കോഴ്സ് ചെയ്തതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കമ്പനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ പഠിച്ചെടുക്കുന്ന ആൾക്കാർക്ക് ജോലി കുറവാണ്. അവർക്ക് ആ ഒരു ജോലിയിൽ ശോഭിക്കാൻ പറ്റുന്നില്ല. എന്താണ്? സ്റ്റുഡൻസ് ഫെയിൽ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം തിയറി നോളജ്. തിയറിറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഒരു വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഒരു റിസൾട്ട് കാണിക്കാനില്ല. ഞാൻ ചെയ്ത വർക്കാണിത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സംഭവമാണിത്, ഞാൻ ചെയ്തതാണിത്, ഞാൻ ചെയ്തതാണെന്നും പറഞ്ഞിട്ട് ഒരു റിസൾട്ട് അവർക്ക് ഇപ്പം ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് റിസൾട്ട് കാണിക്കാനില്ല. പിന്നെ കാര്യം ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ബിസിനസ് ഓണർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കോൺഫിഡൻസ് ഇല്ല. നമുക്കത് പറ്റുമോ ഇല്ലോ, കാരണം അറിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രൂവ് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്നവർക്ക് പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ളത്
ഒരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതിപ്പോൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഒരു കാര്യവും പ്രൂവ് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇന്റർവ്യൂവിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് ഡോണ്ട് ആസ്ക് യു ഓൺലി എന്താണ് നീ പഠിച്ചതെന്ന് ഒരിക്കലും ചോദിക്കില്ല. ചോദിക്കും എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കും. ഒരു നല്ല ഇന്റർവ്യൂർ ആണെങ്കിൽ അതായത് ഒരു ബിസിനസ് ഓണർ ആണെങ്കിലും ആരാണെങ്കിലും നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും. അതിനൊരു ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇവിടെ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്ത കോഴ്സിന് ചേർന്ന് പഠിക്കണമെന്നില്ല. നിങ്ങൾ എവിടെ നിന്ന് പഠിക്കുകയാണെങ്കിലും ഈ ഒരു ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ്. കമ്പനീസ് ആർ റിജക്ട് ചെയ്യുന്നത് എന്തിനാ? ഫ്രഷേഴ്സിനെ റിജക്ട് ചെയ്യുന്നത് എല്ലാം ഒരു സർട്ടിഫിക്കറ്റ്, പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, പ്രൂഫ് ചെയ്ത് ഒരു പെർഫോമൻസ് അവരുടെ ഇതുവരെ ചെയ്തതിൻ്റെ വർക്ക് കാണിക്കാനൊന്നുമില്ല. ഒരു വർക്ക് കാണിക്കാനില്ല. അതാണ് കാര്യമായിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ചെയ്യുന്ന കോഴ്സിന്റെ ചില പ്രത്യേകതകൾ പറയാം. എന്തൊക്കെയാണുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും, അതോടുകൂടെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടാവും, പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവും. പ്രസന്റേഷൻ ചെയ്യാൻ ആങ്കറിങ്, ഒരു വീഡിയോ എടുത്തിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പം ഒരു സ്റ്റാഫ് എൻക്വയറി ആണെങ്കിൽ പോലും ഇത്രയും സ്കില്ലുള്ള ഒരാൾ അവർക്ക് അവിടെ ജോലി ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രഷർ എന്നുള്ള സ്ഥാനമല്ല ഉണ്ടാവുക. ആങ്കറിങ് ഉണ്ടാവും. ഒരുപാട് AI ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റീപ്ലേസ്മെന്റിന് സാധ്യത വളരെ കുറവായി. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ജോലി കിട്ടി, അത്യാവശ്യമായിട്ട് അയാൾക്ക് ആ ഒരു എംപ്ലോയർക്ക് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല. പക്ഷെ അയാൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറെ കാശ് പോകുമ്പോൾ നമ്മൾ ഇതിനൊന്നും ഒരു റിസൾട്ട് ഇല്ല എന്ന് തോന്നുമ്പോൾ അവരുടെ എന്താ പറയാ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറെ കാശ് പോയിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് അറിയുമ്പോഴാണ് അവിടെ ആളെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വളരെ രസകരമായിട്ടുള്ള കാര്യം. ജോലി കിട്ടിയതിനേക്കാളും കൂടുതലാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാകുമ്പം ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം വർക്ക് ചെയ്ത് ട്രയൽ ആൻഡ് എറർ ആയിട്ട് ചെയ്യുമ്പം അതിൻ്റെതായ ഒരുപാട് കാശ് അവരുടേത് കളയും. അതുകൊണ്ട് തന്നെ ആ ഒരു ജോബിന് സെക്യൂരിറ്റി ഇല്ല, ഒരു സെക്യൂരിറ്റി ജോബ് അല്ല എന്നുള്ളതാണ്. അപ്പം ഫ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ല് മാറ്റർ. ഇന്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്യാം. ഇന്റർവ്യൂവിന് നമുക്ക് ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റും. ക്ലയന്റ് മീറ്റിംഗിൽ അതുപോലെ ഹെൽപ്പ് ഇൻ കണ്ടന്റ് ക്രിയേഷനിൽ നമുക്ക് പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യും. നല്ല രീതിയിൽ കോൺഫിഡൻറ്റ് ഒരാളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടാവും. അതൊക്കെ ഇന്റർവ്യൂവർ നോക്കുന്ന കാര്യമായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മുടെ പ്രോഗ്രാം ഈ ഒരു 1 year പ്രോഗ്രാമാണ്. 6 month ട്രെയിനിങ്ങും 6 month ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ 6 month ഇന്റേൺഷിപ്പും അടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് നിലവിൽ ജോബ് ഉണ്ടാവും. 6 മാസം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ആ ഒരു ടൈപ്പ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 year എക്സ്പീരിയൻസ് ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പഠിക്കുന്ന സമയത്ത് കിട്ടാൻ പോകുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയാൻ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്ഥലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ വർക്ക് ചെയ്തതാണ്, എൻ്റെ കീവേഡ് റാങ്ക് ചെയ്തതാണ്, ഗൂഗിളിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്ത കീവേഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു എംപ്ലോയർ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതോടെ കഴിഞ്ഞു. നിങ്ങൾക്ക് വേറെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്ത റീലാണ്, ഞാൻ അഭിനയിച്ച റീലാണ്, ഞാൻ എഡിറ്റ് ചെയ്ത റീലാണ്. അത് റീച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും വ്യൂസ് ഞാൻ ചെയ്തതിൽ ഓർഗാനിക് ആയിട്ട് റീച്ച് ചെയ്തു. 2, ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്, ഞാൻ ചെയ്ത റീല് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ. 3, നിങ്ങൾ ചെയ്ത ക്യാമ്പയിൻ്റെ റിസൾട്ട് 1 വർഷമായിട്ട് ചെയ്യാണ്. അപ്പോൾ ഒരൊറ്റ ഒന്നിൻ്റെ റിസൾട്ട് കൊടുത്താൽ മതിയാവും. റിസൾട്ട് ഇത്രയും ലീഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇത്രയും കൺവേർഷൻ ഉണ്ട്, ഇത്രയും കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്രയും കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒന്നുമില്ല, ചോദ്യമല്ല, നിങ്ങൾക്ക് ജോലി കിട്ടി.
നിങ്ങളുടെ ലൈവ് പ്രൊജക്റ്റ് കൂടി കാണിക്കുക, ഞാൻ ചെയ്ത ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് കൂടി കാണിക്കുക, ജോലി അവിടെ കിട്ടി. ഇന്റർവ്യൂവിന് വേറെ ഒന്നുമില്ല, അത്രേ നോക്കൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അവിടെ. ഓർഗാനിക് റീച്ച്, റിയൽ സ്കില്ല്. ഓർഗാനിക്കലി എങ്ങനെ റീച്ച് ചെയ്യാം? ഓർഗാനിക്കലി അതായത് നമുക്ക് ഓരോ വീഡിയോസ് ആണെങ്കിലും നമുക്ക് പോസ്റ്റുകളാണെങ്കിലും ഓർഗാനിക്കലി റീച്ച് ചെയ്യുന്നതിന്റെ ഓഡിയൻസിന്റെ സൈക്കോളജി, കണ്ടന്റിന്റെ സൈക്കോളജി, ഓൾഗരിതംസ്, ഇതെല്ലാം നിങ്ങൾക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്നത് റിയൽ പ്രോജക്റ്റുകളാണ്. അതാണ് അതിൻ്റെ ഒരു മാറ്റം. പിന്നെ ഹൂ ഈസ് ട്രെയിനിങ്? നിങ്ങളെ ആരെയാണ് ട്രെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോയിക്കോ, ഒരു പ്രശ്നമില്ല. ഈ ട്രെയിനർ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ട്രെയിനർ ചെയ്ത ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇത്ര മില്യൺ റീച്ച് ആയിട്ടുണ്ട്, ഓർഗാനിക് റീച്ച് ആയിട്ടുണ്ട് എന്ന് കാണിച്ചു തരാൻ പറ്റുന്ന ഒരാളുടെ ആണെങ്കിൽ ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും. കാരണം നിങ്ങളൊരു ലൈവ് പ്രൊജക്റ്റ് കൂടി, ഒരു ഇന്റേൺഷിപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആള് ചെയ്തിട്ടുണ്ടാവണം, അയാൾ എക്സ്പീരിയൻസ്ഡ് ആവണം, അയാൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വേണം. ഒരു വർഷത്തെയോ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്നും സാധ്യമല്ല. കാരണം ഇത് ട്രയൽ ആൻഡ് എററാണ്. അപ്പം അയാൾക്ക് ഒരു വീഡിയോസ് കാണിച്ചിട്ട് ഞാൻ ചെയ്ത വീഡിയോ ഇത്രയും 2 മില്യൺ റീച്ചായി, അപ്പൊ അതിന്റെ പിന്നിലൊരു കഥയുണ്ടാവും. അത് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അപ്പം അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് ലേൺ ഫ്രം പീപ്പിൾ ഹൂ ആൾറെഡി അച്ചീവ്ഡ് റിസൾട്ട് അച്ചീവ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ലേൺ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ലേണിംഗ് മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഹൗ വിൽ ദേ റീച്ച് ദ റിയൽ മാർക്കറ്റിംഗ്? നമ്മൾ എങ്ങനെയാണ് റിയൽ മാർക്കറ്റിംഗ് ചെയ്തത് എന്നത് പഠിച്ചാൽ ആ ഒരു മറ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങളുടെ ജോലി ഉറപ്പാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണെങ്കിൽ പോലും അത്രയും കാര്യങ്ങൾ ചെയ്യാം. ലേൺ ഫ്രം റിയൽ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലേൺ ഫ്രം ട്രെയിനേഴ്സ് വിത്ത് റിയൽ പ്രോജക്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും റിയൽ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്ന് പഠിക്കുക. ഓർഗാനിക് ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിക്കുക. ലീഡ് ജനറേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിക്കുക. ക്ലയന്റ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിക്കുക. ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾ ഇത് പഠിച്ചു മാത്രം പോയിട്ട് കാര്യമല്ല. നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്, അതെങ്ങോട്ടാ പോകുന്നത്? കാശ് പോവുകയാണോ? വിളിക്കുന്നത് വെറും ബംഗാളികളാണോ? അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആക്ച്വൽ, എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ക്ലയന്റുകളാണോ വിളിക്കുന്നത് എന്ന് അറിയാൻ നമ്മൾ അവരെ വിളിച്ചിരിക്കണം. നമ്മൾ ക്ലയന്റിനെ വിളിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ജോലിയാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ക്ലയന്റിനെ വിളിക്കണം, ക്ലയന്റിനെ വിളിച്ച് സംസാരിക്കണം. നമ്മൾ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ആണോ ഈ റിസൾട്ടിൽ വരുന്നത്? നമ്മൾ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ആണോ റിസൾട്ട് വരുന്നത് എന്നുള്ളത് ആ ക്യാമ്പയിൻ നമ്മൾ മാനേജ് ചെയ്തിട്ട് ആ ക്ലയന്റിനെ വിളിച്ച് സംസാരിക്കണം. നിങ്ങൾക്ക് കിട്ടുമോ? എവിടെന്നെങ്കിലും കിട്ടാൻ പോകുന്നില്ല. ഒരു സ്ഥലത്തു നിന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല. അത് റിയൽ ആയിട്ടും നിങ്ങൾ വിളിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിന്റെ മാറ്റങ്ങൾ വരുത്താൻ. എന്നെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ആളെയാണ് ടാർഗറ്റ് ചെയ്തത്. എനിക്ക് വേണ്ടത് ഇന്ന ആളെയാണ്. എനിക്ക് വേണ്ടത് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ആളെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പുവർ ആയിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ വെക്കുന്നത്. അതിനുള്ളൊരു ബോധം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. 1 ഇയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമായിട്ട് വരിക. ഇനി ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ടതില്ല. എന്താണ് കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്നത്? അവരുടെ എക്സ്പെക്ടേഷൻ, കമ്പനീസ് ആവട്ടെ, നമ്മൾ ചെറിയ ഷോപ്പുകളാവട്ടെ, ചെറുകിട കമ്പനികളാവട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏതൊരു സ്ഥാപനത്തിലും നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് വർക്കും ചെയ്തെന്ന് ഈ കണക്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഇത്രയും സ്കില്ലുള്ള ഒരാളെ തയ്യാനായിട്ട് ഇപ്പം എനിക്ക് എങ്ങനെ ഒരു സ്കില്ലുള്ള ആളെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കളയില്ല. തയ്യാനായിട്ട് ഞാൻ ശ്രമിക്കില്ല. കാരണം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഈവൻ അവർ അക്കൗണ്ട്സിലാണ് ഇരിക്കുന്നതാണെങ്കിൽ പോലും അവരുടെ സ്കില്ല് യൂസ് ചെയ്യാം. അവരൊരാളുമായിട്ട് സംസാരിക്കുന്നത് കമ്പനിക്ക് ബെനിഫിറ്റ് ആണ്. അവരൊരു പ്രസന്റേഷൻ വീഡിയോ ചെയ്യുന്നത് കമ്പനിക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ലീഡ്സ്
കമ്പനീസ് നോക്കുന്നത് ലീഡ്സ് വേണം, സെയിൽസ് ഗ്രോത്ത് വേണം. കമ്പനീസ് ചെയ്യുന്നത് പേ ഫോർ റിസൾട്ടാണ്. റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി പേ ചെയ്യുന്നു, അല്ലേ? നമ്മൾ കുറെ പേ, ഒരു 20,000 രൂപ മാസത്തിൽ മുടക്കി ഒരു റിസൾട്ടും ഇല്ല. അപ്പൊ പുതുതായിട്ട് വന്ന ആൾക്ക് സാലറിയും കൊടുക്കണം, അയാളുടെ സാലറിയും നഷ്ടം. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അയാളെ അവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ആളെ വെക്കാൻ പോകും, അല്ലേ? അതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ജോബ് ഇല്ല എന്ന് പറയാനുള്ള കാരണം. ജോബ് സെക്യൂർഡ് ആണോ എന്ന് ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്. നമ്മുടെ വിന്നിങ് ഫോർമുല എന്ന് പറയുന്നത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഏതൊരാളാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം, പ്ലസ് റിസൾട്ട്. ഇത് മൂന്നും വേണം. ഈക്വൽ ടു കരിയർ ഗ്രോത്ത്. നിങ്ങളുടെ കരിയർ ഇന്ന് നിങ്ങളുടെ വാല്യൂ ഒന്നും മാറും. ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വാല്യൂയും ഒരു ഫ്രഷറെ വാല്യൂയും രണ്ടാണ്. അനുഭവിച്ചവർക്കറിയാം. നിങ്ങൾ പഠിച്ചവരോട് റെഫർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് ചോദിക്കുക, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ഇല്ലയെന്ന്. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കുക. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ സ്മാർട്ട് അപ്രോച്ച് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ലേൺ, വർക്ക് ഓൺ റിയൽ പ്രോജക്റ്റ്. റിയൽ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. റിയൽ പ്രോജക്റ്റിൽ കമ്പനിയുടെ ഡാറ്റാസ്, നമുക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ ഡാറ്റയാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ വർക്കാണ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റിൻ്റെ ക്യാമ്പയിനാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സിമുലേഷൻ അല്ല, ഒരു സിമുലേഷൻ ടൈപ്പ് അല്ല. അപ്പോൾ നമുക്ക് 10 ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും അത് എക്സ്പീരിയൻസ് ആയി, എന്താണ് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അല്ലാതെ നമ്മളൊരു റിയൽ ഇതിലേക്ക് പോകാതെ അത് പബ്ലിഷ് ചെയ്യാതെ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ പ്രാക്ടീസ്, ഡെയിലി നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 1 മണിക്കൂറുള്ള ക്ലാസ് അല്ല, 8 മണിക്കൂറുള്ള റൈറ്റിംഗ് ആണ്. അപ്പം വർക്ക് ചെയ്യുകയാണ്. പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേറൊന്നും വേണ്ട. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ചെയ്ത ഈ ക്ലയൻറ്റിൻ്റെ ആണ്, ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജോബ് റെഡിയാണ്. ജോബ് നമ്മുടെ ഇവൻ ഞങ്ങൾ തന്നെ ഹയർ ചെയ്യും. ഇനി നമ്മൾ തന്നെ ഹയർ ചെയ്യും. ഒരു 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അതല്ല, ഇതിനനുസരിച്ച് ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹയറിങ്ങിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. നമ്മൾ തന്നെ ഹയർ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഒരു ലിമിറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ ബിക്കം ജോബ് റെഡി ആയിരിക്കും. ഇത്രയും സ്കില്ലുള്ള ഒരാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോബ് കിട്ടിയിരിക്കും. നമ്മുടെ ഇതിൽ സ്ഥാപനത്തിലുള്ള ഓപ്പർച്യൂണിറ്റി അത് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാണെങ്കിൽ ജോലി കിട്ടിയില്ല. കാരണം നിങ്ങൾ ഇറങ്ങുന്നത് 1 year എക്സ്പീരിയൻസ് ആയിട്ടാണ്. ഈവൻ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് ചെയ്തു കൊടുക്കും. വേറെന്താ വേണ്ടത്? ഇത്രയും പോലെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല ഇറങ്ങേണ്ടത്, ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് പഠിച്ചിറങ്ങണം. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് പഠിച്ചിറങ്ങണം. അല്ലാതെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. ഒരുപാട് ആൾക്കാർ, ഞാൻ മുമ്പ് പറഞ്ഞ ഒരുപാട് ആൾക്കാർ റീപ്ലേസ് ചെയ്യപ്പെടും. റീപ്ലേസ് ചെയ്യുന്നത് എന്താണ്? ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽസ് ഇല്ല, സ്കില്ലില്ല. എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിയലായിട്ട് ചെയ്താലേ പറ്റൂ. നിങ്ങൾക്ക് ലീഡ് കിട്ടാത്തത് എന്താണ്? ഞാൻ കുറെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം എല്ലാവരും ഇത് ട്രയൽ ആൻഡ് എറർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് ചെയ്യുന്നതാണ്. കാരണം കാശ് കുറെ പോവും. പക്ഷേ പോകുന്നത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാകുമ്പോൾ കാശ് പെട്ടെന്ന് ഒരുപാട് പോവും. അത് നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസിനെ ബാധിക്കും. പഠിച്ചു വരുമ്പോഴേക്കും അവിടെ നിന്ന് ജോലി പോയിരിക്കും. കാരണം അവർ കമ്പയർ ചെയ്യും, അവർ നോക്കുമ്പോൾ അവർ സ്പെൻഡ് ചെയ്ത എമൗണ്ടും സെയിൽ കിട്ടുന്നതും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവും. കറക്റ്റായിട്ടുള്ള ലീഡ്സ് ആയിരിക്കില്ല കിട്ടുക, നമ്മൾ ടാർഗറ്റ് ചെയ്തവരായിരിക്കില്ല വരിക. കുറേ എന്തെങ്കിലുമൊക്കെ കോളൊക്കെ വരും, അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഇതൊക്കെ വരുന്നത് വേറെ ഏതാണെന്ന് പറയും. അപ്പം കമ്പനിയിൽ പൊതുവെ കംപ്ലൈൻറ്റ് വരും. അപ്പം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന് കറക്റ്റായിട്ട് ലീഡ്സ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുന്ന കാര്യങ്ങൾ അവിടെ നടക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ആള് റീപ്ലേസ് ചെയ്യപ്പെടും. പിന്നെ ചെറിയ കമ്പനിയിലാണെങ്കിൽ പോലും, ചെറിയ കമ്പനിയോ ചെറിയ കടകളോ ഷോപ്പുകളിലോ ഇതിലൊക്കെ ആളാവശ്യമുണ്ട്. ഇപ്പം എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി തന്നെയാണ് ചെയ്യണേ. അപ്പം അതിലാണെങ്കിൽ പോലും എന്താണ് വിഷയം?
ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അവരെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യാൻ പറ്റും, ഈവൻ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് അവരുടെ കാശൊക്കെ കുറെ പോയി അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവിടെ സേഫാ, നമ്മളത് റീപ്ലേസ് ചെയ്യപ്പെടുന്ന ആളായിട്ട് മാറുന്നില്ല, നമ്മളുടെ തൊഴിൽ അവിടെ സേഫ് ആയിട്ടുണ്ടാവും, നമ്മുടെ ജോബ് അവിടെ സെക്യൂർഡ് ആയിരിക്കും, നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇത് എന്തൊക്കെ ആവാൻ പറ്റും? അത് നിങ്ങൾക്ക് ഒരു ഏജൻസി, ഇതുപോലെ സോഷ്യൽ മീഡിയ ഏജൻസി റൺ ചെയ്യുന്ന ഒരാളാവാം, ഫ്രീലാൻസർ ആവാം, വർക്കുകളൊക്കെ എടുത്തിട്ട് ഇപ്പം എല്ലാവർക്കും ആവശ്യമാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ക്യാമ്പയിൻ റൺ ചെയ്യുക, ആഡുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീലാൻസർ ആവാം. അതും നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ബ്ലോഗർ, ഇതുപോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആവാം. കാരണം ഈ ഒരു സ്കില്ല് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. നിങ്ങളെ ഇപ്പം ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നിങ്ങളൊരു പരസ്യം ചെയ്തു. പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേയ്മെന്റ് പറയുമ്പോൾ ഒരു 20,000 രൂപയാണ് നിങ്ങളുടെ ചാർജ് എങ്കിൽ, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്താൽ, നിങ്ങൾ 20,000 വാങ്ങുന്നതിൽ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ റിസൾട്ട് കണ്ട് അദ്ദേഹം 20,000 ആദ്യം തന്ന ഓർഡറിന് പിന്നെയും അധികം വീഡിയോ ചെയ്യിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് അല്ലാത്ത ഗ്രോത്ത് വേറെയും വരും. കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോൾ ഒരുപാട് ഗ്രോത്തുകൾ പിന്നെയും വരും. അതോടുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട്. കണ്ടന്റ് ക്രിയേറ്റർ ആവാം, നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാം, പെർഫോമൻസ് മാർക്കറ്റർ ആവാം, ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് വരെ ആവാം. ഒരു ബ്രാൻഡിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ എന്ത് രീതിയിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള ഹൈ പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ കൺക്ലൂഷനാണ്, ഡോണ്ട് കോമ്പീറ്റ് വിത്ത് തൗസൻഡ് ഓഫ് സ്റ്റുഡൻസ്. തൗസൻഡ്സ് സ്റ്റുഡൻസ് ബിക്കം someone companies are searching for. കമ്പനി ആവശ്യപ്പെടുന്ന ആളായിട്ട് മാറുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത. കമ്പനി ആരെയാണോ ആവശ്യപ്പെടുന്നത് ആ ആളായിട്ട് മാറുക, ആ ഒരു സ്കില്ലുള്ള ആളായിട്ട് മാറുക എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിന് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടക്കുന്നുണ്ട്. ഞാൻ ഓൺലൈൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. ഒരു 5-6 മാസം വേറെ സ്ഥലത്ത് വന്ന് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളതാണെങ്കിൽ വന്നു പോകേണ്ടി വരും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിനെയാണ്. നിങ്ങൾ ആരുടെയും മുന്നിൽ തലവനിക്കാതെ നല്ലൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യുക. വളരെ ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഒരു വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 6 months ആണ് ക്ലാസ് വരുന്നത്. 6 month ട്രെയിനിങ് ഉണ്ട്, ഇന്റേൺഷിപ്പ് 6 month. എല്ലാം ഇന്റേൺഷിപ്പ് പോലെ തന്നെ ലൈവ് പ്രൊജക്റ്റാണ് ചെയ്യണം. പക്ഷേ ഒരു 6 month ഇന്റേൺഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റൈപ്പൻഡും കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ തന്നെ കമ്പനിയിൽ തുടരണമെങ്കിൽ തുടരാം. അതിന് ആ സമയത്തുള്ള വേക്കൻസിക്ക് അനുസരിച്ച് തുടരണമെങ്കിൽ തുടരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോബ് കിട്ടാൻ വേറെ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഒരുവിധം നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സമയം കഴിഞ്ഞിട്ടുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ആ ഒരു സമയം കഴിഞ്ഞിട്ടുള്ള ഇപ്പം ഇവരനുഭവിക്കുന്ന, അപ്പം തന്നെ ഒരു 100 പേര് പഠിച്ചിറങ്ങിയാലും നിങ്ങൾക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. നിങ്ങളുടെ കൂടെ 100 പേര് ഇന്റർവ്യൂവിന് ഇരിക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്കാണ് മുൻഗണന ഉണ്ടാവുക. ആ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുകയും നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണിക്കുകയും ചെയ്താൽ ഏതൊരാളാണെങ്കിലും അതിന് വേറെ എന്തെങ്കിലും അയാൾക്ക് നല്ലൊരു ജോലിക്കാരനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം ക്ലാസ് നടക്കുന്നത് മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രെയിനിങ് നടക്കുക. അപ്പോൾ ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക, ഓൺലൈനായിട്ട് ചെയ്യരുത്. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഓഫ്ലൈനായിട്ട് നിങ്ങൾ വരേണ്ടതായിട്ട് വരും ഇടയ്ക്ക്. ഇല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം കറക്റ്റായിട്ടുള്ള ടാസ്കുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് കുറേയൊക്കെ ഓഫ്ലൈനിൽ വന്നിട്ട് പിന്നെ ഓൺലൈനിലേക്ക്
നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പക്ഷേ നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് 8 മണിക്കൂർ ഉണ്ടാവും, 6 to 8 അവർ. 6 മണിക്കൂർ എന്തായാലും ഉണ്ടാവും, 8 അവർ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം ഇത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, വർക്ക് ചെയ്യിക്കുക എന്നുള്ളത്, പഠിപ്പിക്കുക എന്നുള്ളതല്ല, വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എംബസി അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെയൊക്കെ അതിനൊക്കെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ സ്കിൽ ഇന്ത്യയുടെയും NSDCയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. വാലിഡ് ആയിട്ടുള്ള സ്കിൽ ഇന്ത്യയുടെയൊക്കെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സാധാരണ പ്രൈവറ്റ് ജോബ് ഒക്കെയാണ് അതല്ലേ വേണ്ടതെങ്കിൽ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പം പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. അത് നല്ലതാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള SCCയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കിൽ ഇന്ത്യയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നല്ല. അതിന് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ് തുടങ്ങണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എല്ലാം ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലൊക്കെ ഉണ്ട്. ഫീ ഒക്കെ മന്ത്ലി കൊടുത്താൽ മതിയാവും. വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിങ് കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു ഹൈലി ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 lakhs എബോ ഒക്കെ ഫീ വരുന്നതാണ്. പക്ഷെ നമ്മൾ വളരെ ചെറിയൊരു ഫീ ആണ് വാങ്ങുന്നത് മന്ത്ലി ബേസ് നോക്കുമ്പോൾ. പിന്നെ അത്രയാണുള്ളത്. അപ്പം താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.